ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബേസിക്സ് ഓഫ് കുക്കിംഗ് വീഡിയോ ആണ്. സോന മസൂരി റൈസ് എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോണത്. ഐ എം ഷുവർ നിറയെ പേർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന് അറിയുമായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഈ സോന മസൂരി റൈസ് എങ്ങനെയാണ് കുക്ക് ചെയ്യണേന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ കാണിക്കാൻ പോണത് 1 കപ്പ് സോന മസൂരി റൈസിൻ്റെ മെഷർമെൻ്റ് ആണ്. ഇതാണ് സോന മസൂരി റൈസ്. കുറച്ച് വൈറ്റ് ആയിട്ട് കുറച്ചൊരു മീഡിയം ഗ്രെയിൻ റൈസ് ആണ്. ഇത് നമ്മളുടെ നാട്ടിലും ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലുണ്ടായിരുന്നപ്പോൾ ജസ്റ്റ് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ സോന മസൂരി റൈസ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈസി ആയിട്ട് കിട്ടും. ഇതാണ് എൻ്റെ കപ്പിൻ്റെ മെഷർമെൻറ്റ്. ഈ ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്ക് ധാരാളം കഴിക്കാനുള്ള ചോറ് വരും. അപ്പോൾ നമുക്ക് 1 കപ്പ് എടുത്ത് നമുക്കിത് നല്ലോണം കഴുകി കൊണ്ടുവരാം. ഒരു 3-4 പ്രാവശ്യം അരി നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് പറയാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് മെഷർമെൻറ്റ്. അതായത് ഏത് കപ്പിലാണോ അരി എടുക്കണേ അതേ കപ്പിൽ തന്നെ വെള്ളവും എടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കിതൊരു 20 to 25 മിനിറ്റ്സ് കുതിർക്കാൻ വെക്കാം. അരി ഇങ്ങനെ ഉപ്പ് ചേർത്ത് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നമുക്ക് ചോറ് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്യണത്. പിന്നെ ഒരു കാര്യം, നമ്മൾ സോന മസൂരി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണേ, വാർക്കുകയല്ല. ഇത് വാർത്ത് കഴിഞ്ഞാൽ ഈ അരിയുടെ ടേസ്റ്റും അതിൻ്റെ ഗുണമൊക്കെ പോവും. അതുകൊണ്ട് വാർക്കാൻ പാടില്ല. അത് എപ്പോഴും വറ്റിച്ചെടുക്കാനേ പാടുള്ളൂ സോന മസൂരി. ഇപ്പോൾ ഒരു 20-25 മിനിറ്റ്സ് ആയി. നമുക്കിനി ഇത് ഒരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ എപ്പോഴും കുക്കറിൽ ഡയറക്റ്റ് ആയിട്ടാണ് അരി വെച്ച് വേവിക്കുന്നത്. ഇനി ഇത് കുക്കർ മൂടി ആദ്യമേ തന്നെ വിസില് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസില് വരയ്ക്കും നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ ഈ കാണിച്ചേക്കണ മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് വെറൈറ്റി റൈസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ചോറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോറ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടാണല്ലോ പിന്നെ ബാക്കി മസാലയിലേക്ക് ചേർക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ചോറ് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായിട്ട് കിട്ടും. 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ പ്രഷർ പോയിട്ടുണ്ടാവും. പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. ഇനി നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അധികം കുത്തി കുഴയ്ക്കാനോ പാടില്ല. കണ്ടില്ലേ, നമ്മളുടെ റൈസ് നല്ല ഭംഗിയായിട്ട് കുക്കായിട്ടുണ്ട്. ഒട്ടും കുഴയാണ്ട് വെറൈറ്റി റൈസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പാകത്തിനാണ് ഇത് കുക്കായി കിട്ടിയേക്കണേ. നമുക്ക് ഉപ്പ് ചേർത്ത് വേവിക്കുമ്പോൾ ഇതാണ് ഒരു ഗുണം. ഉപ്പ് ചേർത്തോണ്ടാണ് നമുക്ക് അധികം കുഴയാണ്ട് ഇങ്ങനെ ഗ്രെയിൻ ആയിട്ട് സെപ്പറേറ്റ് ഗ്രെയിൻസ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കണേ. അപ്പം നിങ്ങളും സോന മസൂരി ഇങ്ങനെ കുക്ക് ചെയ്ത് നോക്കൂ. വലിയ പ്രയാസമൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ: വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ്, പിന്നെ മീഡിയം ഫ്ലെയിമിൽ 2 വിസില്. ഇത് കൂടുതൽ വിസിലായി കഴിഞ്ഞാൽ കുഴയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് വേവിക്കല്. ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത്രയും സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള സോന മസൂരി റൈസ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ വെറൈറ്റി റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെയാണ് അരി വേവിച്ചെടുക്കാറ്. ഓൾസോ എൻ്റെ ചാനലിലുള്ള സാമ്പാർ റെസിപ്പി, രസം റെസിപ്പിക്കൊക്കെ ഈ ചോറ് കൂട്ടി കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.